ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇപ്പോൾ ലൈവിൽ മുട്ടനൊരടി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ജയിൽ നോമിനേഷനായിരുന്നു. ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ട് ക്യാപ്റ്റന് പ്രത്യേക അധികാരമുണ്ടായിരുന്നു ഒരാളെ ഡയറക്റ്റായിട്ട് ജയിൽ നോമിനേറ്റ് ചെയ്യാൻ. അതെന്തായാലും ക്യാപ്റ്റൻ ശരത്തിനെ നോമിനേറ്റ് ചെയ്തു. അതിനുശേഷം ടാസ്കിൽ നിന്ന് പുറത്തായ ആൾക്കാരിൽ നിന്നാണ് ജയിൽ നോമിനേറ്റ് ചെയ്യേണ്ടത്, ജയിലിൽ പോകാനുള്ളവരെ നോമിനേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അനുമോൾക്കാണ് 5 വോട്ട്, അതുപോലെ തന്നെ രേണു സുധി 3 വോട്ട്, അങ്ങനെ ഓരോരുത്തർക്കുമായിട്ട് കിട്ടി. അപ്പോൾ കൂടുതൽ വോട്ട് കിട്ടിയ അനുമോളായിരുന്നു ജയിലിൽ പോകേണ്ടിയിരുന്നത്. ബിൻസിയെ 2 പേരാണ്, ആർ ജെ ബിൻസിക്ക് 2 വോട്ടാണ് കിട്ടിയത്. ഒന്ന് ഷാനവാസും രണ്ടാമത് നെവിനുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ബിൻസി ഷാനവാസുമായിട്ട് ഏറ്റുമുട്ടി. എന്തിനാണ് എന്നെ പറഞ്ഞത്, എന്താണ് റീസൺ, അങ്ങനെ പറഞ്ഞു വഴക്കായി. അപ്പം ഷാനവാസിന് സംസാരിക്കാൻ തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട്, അതിന് സംസാരിച്ചില്ല. അപ്പോഴത്തേക്ക് വീണ്ടും നെവിൻ്റെ കൂടെ ചെന്നു. നെവിൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, നെവിൻ എന്ത് റീസണാണ് പറഞ്ഞത്, ഇതാണോ റീസൺ എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. ലാസ്റ്റ് താൻ പേക്കോലം കെട്ടി കിടക്കുന്ന കോമാളിയാണ് എന്നാണ് ബിൻസി നെവിനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നെവിന് ദേഷ്യം വന്നു. നെവിന് നീ എന്താടി പറയുന്നതെന്ന് ചോദിച്ചു. എടി പൊടി എന്ന് വിളിക്കുന്ന നിൻ്റെ വീട്ടിൽ പോയി വിളിക്കടാന്ന് പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വിളിക്കൂടി എന്ന് പറഞ്ഞു. പിന്നെ നീ എന്നെ പേക്കോലം ഒന്നും വിളിച്ചില്ലേ, അപ്പം പറഞ്ഞാൽ താൻ പേക്കോലം കെട്ടി നടക്കുകയാണ്, കോമാളിയാണ് എന്ന് വീണ്ടും പറഞ്ഞു. അങ്ങനെ മുട്ടനടി, ലൈവിൽ മുട്ടനടിയായിരുന്നു. നീ അടിക്കടി എന്നെ എന്നും പറഞ്ഞ് നെവിൻ നെഞ്ചു വിരിച്ചുകൊണ്ട് ബിൻസിയുടെ മുന്നിലേക്ക് വന്നു. ബിൻസി ഒട്ടും ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാൻ ബിൻസിയും തയ്യാറായില്ല. ഇല്ല, ഫുട്ബോളിൻ്റെ കമൻട്രി പറയുന്ന പോലെയൊക്കെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആര് ജയിക്കുമെന്ന് ഭയങ്കരമായി ഒച്ചപ്പാടുണ്ടാക്കി. നമ്മുടെ പിന്നെ ബുദ്ധനെ പോലെ, എന്താ മന്ദബുദ്ധിയെ പോലെ നടക്കുന്ന നമ്മുടെ ക്യാപ്റ്റൻ അനീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ലാതെ ഇവരുടെ വഴക്കിനിടയ്ക്കൊന്ന് ചെല്ലുകയോ ഈ വഴക്കൊന്ന് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയോ ഒന്നും ചെയ്തില്ല. കാരണം ക്യാപ്റ്റൻ അങ്ങോട്ട് എന്നാൽ അനീഷിന് കേൾക്കുമെന്ന് ഉറപ്പായിരുന്നു. കാരണം ഇവരാരും ക്യാപ്റ്റനെ മൈൻഡ് ചെയ്യത്തില്ല, ക്യാപ്റ്റനെ അംഗീകരിക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ട് തന്നെ മൈൻഡ് ചെയ്തില്ലെന്ന് ഉറപ്പായിരുന്നു. എന്തായാലും വഴക്കിൻ്റെ മൂർധന്യ അവസ്ഥയിലേക്ക് പോയി. അപ്പോൾ ബാക്കി നിങ്ങളൊന്ന് കേൾക്കുക കേട്ടോ.